ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരിട്ട പ്രശ്നം, അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് കണക്ട് ആവുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് നേരിടുന്ന ഒരു വൺ ഓഫ് ദ പ്രശ്നം, എനിക്ക് ഇത് എൻ്റെ റിയൽ ലൈഫ് കേസ് ആയതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതായത് സംഗതി പഠിക്കുന്നുണ്ട്, സംഗതി ഒരുപാട് കാര്യം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ എക്സാം ഹാളിലെത്തി എക്സാം എഴുതുന്ന സമയത്ത് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻഡില് മാർക്ക് വരുന്ന സമയത്ത് അത്രത്തോളം വിചാരിച്ച എത്ര മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. സോ ഈ ഒരു പ്രശ്നം ഞാൻ നല്ല രീതിയിൽ നേരിട്ടിരുന്നു. കാരണം ഞാൻ പഠിക്കണം എന്നുള്ള ഒരു ചെറിയൊരു ബോധമൊക്കെ വന്ന് പഠിക്കാൻ തുടങ്ങി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മാർക്കായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ എഴുതി വരുമ്പോൾ മാർക്കായിട്ട് കിട്ടുന്നില്ല എന്നുള്ള. സോ ഈ ഒരു പ്രശ്നം എങ്ങനെ മാറ്റാമെന്നും, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഞാൻ എങ്ങനെ ഫേസ് ചെയ്ത് ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ചെറിയ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കും, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നോട്ട് ചെയ്ത് കറക്റ്റ് നോട്ടൊക്കെ ചെയ്ത് ആ നോട്ട്സുകളിലൊക്കെ ഉള്ളത് പഠിച്ച് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള പോയിന്റ്സ് ഒക്കെ പഠിച്ച് എക്സാം തലേന്ന് ഇരുന്ന് ഒരുപാട് ടൈമൊക്കെ കൊടുത്ത് പഠിക്കും. അങ്ങനെ പഠിച്ച് പരീക്ഷ ഹാളിലെത്തി, പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് ആൻസർ പേപ്പർ വന്ന് പേരൊക്കെ എഴുതി ഫുള്ള് സെറ്റായി. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് എടുത്ത് ഒന്നാമത്തെ ചോദ്യം നോക്കുമ്പോൾ ടെൻഷൻ അങ്ങ് ആരംഭിക്കുകയാണ്. അതായത് ഫസ്റ്റ് ചോദ്യം അല്ലെങ്കിൽ ഫസ്റ്റത്തെ 1-2 ചോദ്യം തന്നെ കാണുമ്പോൾ കിളി പോയ അവസ്ഥ. അതായത് നമ്മളിത് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഈ ചോദ്യം ഇത് മാച്ച് ആവുന്നില്ലല്ലോ, ഇത് ഏതിന്റെ ഉത്തര, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഏതിന്റെ ചോദ്യമാണ് ഈ ചോദിച്ചത് എന്നുള്ളത് മനസ്സിലാവാത്തൊരവസ്ഥ വരും. സോ ഒരുപാട് പേർക്ക് കണക്ട് ആവുന്നുണ്ട്. എന്നോട് തന്നെ ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാനും പറയും എനിക്കും ഉണ്ടായിരുന്ന ഈ ഒരു പ്രശ്നം എന്നുള്ളത്. സോ എങ്ങനെയാണ് ഞാൻ അതിനെ ഫേസ് ചെയ്തതും, എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ളത്. സോ ഞാൻ എങ്ങനെ കണ്ടിന്യൂസ് ആയി പഠിക്കുന്നുണ്ട്, ടൈം കൊടുത്ത് പഠിച്ചു, ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആയി, പക്ഷെ പോയിട്ട് മാർക്ക് കിട്ടുന്നില്ല. ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ടീച്ചറുമായിട്ട് എൻ്റെ മെന്ററുമായിട്ട് ഇരുന്നിട്ട് ഞാൻ ടീച്ചറോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, എന്തായിരിക്കും റീസൺ എന്നുള്ളത്. സോ അവിടെ ടീച്ചർ സജസ്റ്റ് ചെയ്തൊരു മെത്തേഡ്, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആ കോൺസെപ്റ്റിനെ ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതും കൂടി അറിയണം എന്നുള്ള. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം പഠിച്ചു, ഇപ്പോൾ ഒരു ഫോട്ടോസിന്തസിസ് എന്നുള്ള ഒരു കാര്യം പഠിച്ചു, പക്ഷെ ഈ ഫോട്ടോസിന്തസിസ് ഏതൊക്കെ രീതിയിൽ ചോദിക്കാം എന്നുള്ളതിനെ കൂടി നമ്മൾ എന്താക്കണം, പഠിക്കണം എന്നുള്ള. സോ വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഫോട്ടോസിന്തസിസിന്റെ ഉള്ളിലുള്ള ഒരു ടോപ്പിക് തന്നിട്ട് ഈ ടോപ്പിക്ക് ഏതിൽ വരുന്ന, ഏത് സെക്ഷനിൽ വരുന്ന ആ രീതിയിലൊക്കെ പല പല വെർട്ടിക്കൽ ചോദ്യങ്ങൾ വരാമെന്നുള്ളതാണ് അവിടെ പറയാം. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ ഉത്തരത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ കുറച്ച് സമയം ചോദ്യത്തിനും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ചോദ്യം എങ്ങനെ വരുന്നു എന്നുള്ളത് ക്ലാരിറ്റി വരുമ്പോഴാണ് എക്സാക്ട്ലി ആ ഉത്തരം നമുക്ക് അതുമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ അതിനുശേഷം ഞാൻ എന്താക്കി വെച്ചാല്, ഞാൻ ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടിയ എല്ലാ കുട്ടികൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തു. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിലൂടെ എനിക്ക് ഒന്നാമത് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി തുടങ്ങി. 2, ഞാൻ പഠിച്ച ആൻസേഴ്സ് സ്യൂട്ട് ആവുന്ന ക്വസ്റ്റ്യൻസ് ഏതാന്ന് മനസ്സിലായി. 3, ഞാൻ പഠിച്ച ആൻസർ ഉണ്ട്, പക്ഷെ ഇത് എഴുതാൻ പറ്റാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. അതായത് ഇത്ര വേണ്ട, ഇതിൽ കുറച്ച് ഷോർട്ട് ചെയ്തത് മതി, 1 വേർഡ് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യന്റെ ആൻസറും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ആ ഒരു തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. പണ്ട് ഞാൻ ഡിഫറൻസിലായിരുന്നു, പക്ഷെ ആ ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഒന്നാമത്തെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു കണ്ടിന്യൂസ്ലി അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇത് കിട്ടാത്തത്, എല്ലാവർക്കും ഈ ഒരു സംഭവം വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ബ്ലൈൻഡ്ലി നമ്മൾ ആൻസേഴ്സ് മാത്രം ഫോക്കസ് ചെയ്ത് പോകും. ഇപ്പൊ പരീക്ഷ ഹാളിൽ നമുക്ക് അടിപൊളി ആക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ബ്ലൈൻഡ്ലി ആൻസർ മാത്രം പഠിച്ചു പോകുമ്പോൾ ചോദ്യമായിട്ട് ഈ പറഞ്ഞ കണക്ഷൻ നമുക്ക് കിട്ടില്ല. സോ നിങ്ങൾ അതല്ല, മറിച്ച് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്ത് ചോദ്യം പ്ലസ് ആൻസർ ആയിട്ടാണ് ഈ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ, എക്സാക്ട്ലി നിങ്ങൾ ആ ഒന്നാമത്തെ ചോദ്യം കാണുമ്പോൾ ഇതിന്റെ ആൻസർ അതാണല്ലോ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. സോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനീഷ്യലി ചെയ്യേണ്ടത് ഫസ്റ്റ് കോൺസെപ്റ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക, കോൺസെപ്റ്റ് കാര്യങ്ങൾ പഠിച്ച് അത് കാര്യം മാക്സിമം എന്താക്കുക, അതിനെ കുറിച്ചുള്ള എൻ്റെ നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് അതുമായിട്ട് അലൈൻ ചെയ്യുന്ന, അത് റിലേറ്റ് ചെയ്ത അതിന്റെ പല വെർട്ടിക്കലിലുള്ള ക്വസ്റ്റ്യൻസും അതിനെ മാക്സിമം ഏതൊക്കെ വൈഡ് രീതിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. ഓക്കെ, ആ എല്ലാ രീതിയിലും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യങ്ങള് ഒരു പേടി ഉണ്ടാവില്ല. ചോദ്യം കാണുന്ന സമയത്തുള്ള പേടി, ആൻസർ കിട്ടായ്മ, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താവും, ഓവർകം ആവും എന്നുള്ളതാണ് പച്ചയായ സത്യം. സോ നിങ്ങൾ അങ്ങനെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക.
ഇപ്പൊ കുട്ടികളാണെങ്കിൽ അങ്ങനെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് തരും. പേരൻസ് ആണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്തായാലും ഹെൽപ്ഫുൾ ആവും. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ വർക്കൗട്ട് ചെയ്ത് ഹെൽപ്ഫുൾ ആയി, എനിക്ക് മാർക്ക് ആ രീതിയിൽ അത്ര രീതിയിൽ മാർക്ക് കിട്ടാനുള്ള വൺ ഓഫ് ദ റീസണും ഇതാണ്. ഇപ്പോഴും ഞാൻ കോൺഫിഡൻഷ്യലി ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദ്യത്തിൽ കുറച്ചുകൂടി കൺസേൺ ആവും. കാരണം ഈ ചോദ്യം എങ്ങനെയൊക്കെ വരും, എന്തൊക്കെ വരും, കാരണം അത് നമ്മൾ പഠിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ബൈ.